പുറത്തു പോയ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനൊരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ ഫുൾ കോൺഫിഡൻസോടെ ഞാൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. സോ ലെറ്റ്സ് മേക്ക് മൈ ജീവിതത്തിലെ ആദ്യത്തെ ചിക്കൻ കറി ടുഗദർ. ആദ്യം പോയി ഈ വേഷവിധാനം ഒക്കെ മാറ്റിയിട്ട് വരാം. അത്യാവശ്യം വേണ്ട ചോറും കറിയും വെക്കാൻ അറിയുന്ന ഒരാളാണ് ഞാനെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് ചിക്കൻ കറി, മീൻ കറി പോലുള്ള ഹാർഡ് കോർ ഡിഷസ് ഒന്നും ഞാൻ പരീക്ഷ നോക്കിയിട്ടേ ഇല്ല. അമ്മ എന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ബാമോളെ ബാ, ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ പറയും വേണ്ടമ്മേ, കുഴപ്പമില്ല. കാരണം എങ്ങാനും പഠിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത തവണ ചിക്കൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കേണ്ടി വരും. പണിയെടുക്കാൻ പിന്നെ പണ്ടേ നമുക്ക് ഉഷാറാണല്ലോ. നമ്മൾ കുറെ കിച്ചൺ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ യൂസ്ഫുൾ ആവുന്നത് ഈ ഒരു സാധനമാണ്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല ഏപ്രിനും നല്ല യൂസ്ഫുൾ ആണ്. സൈഡിൽ ആ ഫ്ലവർ പാറ്റേൺ കണ്ടില്ലേ, അവിടെ നമുക്ക് കൈയൊക്കെ തുടയ്ക്കാൻ പറ്റും. എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ആനന്ദകരമായ വേളകൾ ആഘോഷകരമാക്കാൻ ഞാൻ തന്നെ എന്നോട് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കും. പീപ്പിൾ കോൾ ഇറ്റ് വട്ട്, ബട്ട് ഐ ഡോണ്ട് കെയർ. നമുക്ക് നമ്മുടെ സന്തോഷം നോക്കിയാൽ പോരെ, നാട്ടുകാരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുക്കളയിൽ എന്ത് പണി ചെയ്യാനും എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആകെപ്പാട് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഉള്ളി അരിയുന്നതാണ്. അയ്യോ, കരഞ്ഞ് പണ്ടാരും അടങ്ങിപ്പോകും. ചിക്കൻ കറി ഉണ്ടാക്കാനാണെങ്കിലോ അത്യാവശ്യം സവാളയും വേണം. ഉള്ളി അരിഞ്ഞിട്ട് പോലുമില്ല, തൊലി മാത്രം കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കരഞ്ഞ് പണ്ടാരും അടങ്ങിപ്പോയി. ഉള്ളി വെള്ളത്തിലിട്ട് വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അധികം നമ്മൾ കരിയില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ പരീക്ഷ നോക്കി. ചെറിയ തോതിൽ അത് സക്സസ്ഫുൾ ആയിരുന്നു. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യണതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഓർഡർ ചെയ്തതായിരുന്നു. 5-6 ദിവസത്തേക്കല്ല, 5-6 മാസത്തേക്ക് ആവശ്യമുള്ള അത്രയും കറിവേപ്പില അവർ തന്നു വിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വരണ വഴിക്ക് ആ ചേട്ടൻ ഏതോ പറമ്പിൽ കയറി പറിച്ചതാണ്. എന്തായാലും ലാഭമായി. ആൻഡ് ഓൾസോ ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ അത്യാവശ്യം നല്ല സാധനമാട്ടോ. ഇതേപോലെ നമുക്ക് 2 രീതിയിൽ ഓയിൽ സ്പ്രേ ചെയ്യാനും ഒഴിക്കാനും പറ്റും. ഇനി ചിക്കൻ കറിയുടെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് അറിയാത്ത റെസിപ്പീസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്യാന്നറിയോ, ഒരു 10 വീഡിയോ കാണും. അതായത് 10 റെസിപ്പീസിന്റെ വീഡിയോ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കും. കുക്കറിൽ ഉണ്ടാക്കുന്നതും, സവാള അരച്ച് ചേർക്കുന്നതും, തക്കാളി അരച്ച് ചേർക്കുന്നതും, അങ്ങനെ പല റെസിപ്പീസ് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അവസാനം ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയത്. ഞാനൊരു കാര്യം പറയട്ടെ, ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇത്രയും എളുപ്പമായിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. എന്റെ മനസ്സിൽ ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, ഭയങ്കര എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ ചിക്കൻ കറി ഇഷ്ടമുള്ള ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്യുക.